റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേട്ടത് നമ്മളെല്ലാവരും പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച് ഇന്ന് നീതിക്ക് ദാസന്മാരായി തീർന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പാപത്തിന്റെ അധികാരി ഉറവിടം സാത്താനാണ്. സാത്താന്റെ സ്വഭാവത്തിന്റെ ഉറവിടം ഇരുട്ടാണ്. അതുപോലെ തന്നെ നീതിയുടെ ഉറവിടം ദൈവമാണ്. ദൈവിക സ്വഭാവത്തിന്റെ അടിസ്ഥാനം സ്വഭാവം വെളിച്ചമാണ്. മനുഷ്യരൊക്കെയും പാപത്തിന് ദാസന്മാരായി തീർന്നു പോയവരാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സഭയിലേക്ക് അവരെ ചേർത്ത് അവരെ നീതിക്ക് ദാസന്മാരാക്കി തീർത്തുവെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുക. ഈ വചനം നമ്മൾ ഇന്ന് ചിന്തിച്ചതിന്റെ കാരണം, ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ ആ വിശ്വാസിക്ക് 3 ഭാഗങ്ങളാണ് വിശ്വാസത്തിൽ നിൽക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്നാണ് ദൈവത്തിന്റെ നാമം, രണ്ടാമത്തതാണ് ദൈവത്തിന്റെ രൂപം, മൂന്നാമത്തതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഈ 3 കാര്യങ്ങളാണ് വിശ്വാസിക്ക് പ്രാപിച്ചെടുക്കാനുള്ളത്. ഇത് 3 പ്രാപിച്ചാൽ അവൻ രക്ഷാപൂർത്തീകരണത്തിൽ വന്നു കഴിഞ്ഞു. അതില് താഴെ നാമത്തിൽ കൂടി അവന് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുന്നു. ആ നാമത്തിൽ കൂടി ഉള്ള ഉപദേശത്തിൽ കൂടി ദൈവത്തിന്റെ രൂപം എന്താണെന്ന് അവൻ അറിയുന്നു. അടുത്തതിൽ കൂടി ആ നാമത്തിൽ കൂടി തന്നെ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി ആ സ്വഭാവത്തിൽ ജീവിക്കാൻ ഇടവരും. ഇങ്ങനെ ഈ ലോകത്തിലെ ജീവിതം ഓട്ടവും അധ്വാനവും പൂർത്തിയാക്കിയവൻ അവരോട് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ ദിവ്യ സ്വഭാവം അവന് വെളിപ്പെട്ടിട്ടുണ്ട്. അവന് ദൈവത്തിന്റെ ദൈവിക സ്വഭാവം അവനിലുണ്ട്. ആരാണ് നിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ദൈവം ആരെന്നുള്ളതിന് വ്യക്തമായൊരു രൂപം, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപം അവന്റെ ഉള്ളിലുണ്ട്. അവൻ ആശ്രയിച്ചതും രക്ഷപ്രാപിച്ചതും ഏതിലാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ നാമം അവനിലുണ്ട്. ഇത് 3 അവൻ പ്രാപിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഇതൊന്നു മാത്രമാണ്. കർത്താവിന്റെ നാമം നമ്മിൽ വിളിച്ചു. ഇനി നമുക്ക് കർത്താവിന്റെ രൂപം നമുക്ക് കിട്ടണം, കർത്താവിന്റെ സ്വഭാവവും നമ്മിൽ തികയണം. ഈ 3 കഴിഞ്ഞാൽ നമുക്കും പോകാം. നമ്മുടെയും ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയായി. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു ഇത് ഓരോന്നോരോന്നായി മനുഷ്യനിൽ നിന്ന് എടുത്തു കളയുകയാണ്. ആദ്യമേ തന്നെ എടുത്തു കളയുന്നത് സ്വഭാവമാണ്. ദൈവിക സ്വഭാവം അവനില്ലാതെ വണ്ണം എടുത്തു കളയുന്നു. രണ്ടാമത്തതാണ്
രൂപം മാറ്റുന്നു. മൂന്നാമത്തതാണ് നാമം മാറ്റുന്നു. അപ്പോ ഇതിൽ നാമം മാത്രമുള്ള വിശ്വാസികളുണ്ട്. അവരാണ് നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. സമുദായക്കാരെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾ എന്നുള്ള പേരല്ലാതെ അവർക്ക് ദൈവം ആരെന്നോ ദൈവിക സ്വഭാവം എന്തെന്നോ അവർക്കറിവില്ല. എന്നാൽ ദൈവം ആരെന്ന്, ദൈവത്തിൻ്റെ നാമവും ഉണ്ട്. ആ നാമത്തിലുള്ള ദൈവം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ കഴിവുള്ള പലരും ഉണ്ട്. പക്ഷെ അവർക്ക് ആ സ്വഭാവം പൂർത്തിയായിട്ടില്ല. അത് ദൈവത്തിൻ്റെ സഭയെ ചൂണ്ടി പറയുകയാണ്. അടുത്ത ഭാഗമാണ് സ്വഭാവം, കർത്താവിൻ്റെ സ്വഭാവം. ആ സ്വഭാവം അത് പൂർത്തീകരിച്ചിട്ടുള്ളവരാരും ഈ ലോകത്തിലില്ല. അതിൻ്റെ പൂർത്തീകരണം വന്നവരെ ദൈവം അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ ചെന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മളൊരു സഭയിലാണ്. നമ്മുടെ സഭയുടെ വിശ്വാസികളുടെ പേര് ക്രിസ്ത്യാനികളെന്നാണ്, അതായത് നാമമുണ്ട്. എന്നാൽ അടുത്ത ഘട്ടം, കുറച്ചൊക്കെ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്താൽ കുറച്ചൊക്കെ സ്വഭാവങ്ങളുമുണ്ട്. എന്നാൽ നിന്റെ ദൈവം ആരാന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു രൂപമില്ല. ഈ രൂപം എങ്ങനെ മനസ്സിലാക്കും? അതിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ ഉള്ളിൽ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ ഇത് വരയ്ക്കണം. രൂപം വരയ്ക്കണം. നാമം വെളിപ്പെടണം. കർത്താവിന്റെ സ്തോത്രം. സ്വഭാവം കഷ്ടതയിൽ കൂടി അനുസരണം തികച്ച് പ്രാപിക്കണം. ഇത് മൂന്നും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മമാണ്. ഇങ്ങനെയുള്ളവർ മാത്രമേ അവരുടെ ജീവിതം ധന്യമാക്കി എന്ന് പറയാൻ സാധിക്കൂ. അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ കർത്താവിന്റെ നാമം ധരിച്ചിട്ടുള്ളവർ ഇഷ്ടം പോലെയാണ്, ധാരാളമുണ്ട്. എന്നാൽ രൂപം അറിയാവുന്നവരില്ല. ഈ രൂപം എങ്ങനെ വരയ്ക്കുന്നു? വരച്ചു കിട്ടണമെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെ വരയ്ക്കും? ക്രിസ്തുയേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് അത് വരയ്ക്കണം. ആര് വരയ്ക്കണം? അപ്പോസ്തലന്മാർ വരയ്ക്കണം, അല്ലെങ്കിൽ അപ്പോസ്തല ഉപദേശത്തെ വരയ്ക്കണം. ഈ ഉപദേശത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. പഠിപ്പിച്ച ഉപദേശ രൂപം യഥാർത്ഥത്തിൽ ഈ വരയ്ക്കുന്നതാണ്. എന്ത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തെ വരയ്ക്കുന്ന, ആരാണ് ദൈവം എന്ന് വരച്ചു കിട്ടുന്ന പ്രവർത്തനമാണ് അപ്പോസ്തലിക ഉപദേശം. നമ്മൾ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോഴും അവന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും കിട്ടുന്നു. ഇതാണ് ഒരു സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നാമം ധരിച്ചു, നാമം വിളിച്ചു, എന്നാൽ അവർക്ക് ഈ രൂപം ഇന്ന് നിശ്ചയമില്ല. അതുപോലെ തന്നെ ഈ സ്വഭാവം നിശ്ചയമില്ല. ഇത് ശത്രുവിന്റെ പ്രവൃത്തിയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കർത്താവ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ, അവരെ നടത്തിക്കൊണ്ട് കർത്താവ് പോകുമ്പോൾ അവർക്ക് കർത്താവിന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. മോശയ്ക്കും അതുപോലെ തന്നെ 74 മൂപ്പന്മാർക്കും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ രൂപം വെളിപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് ആത്മാവിലെ ഹൃദയത്തിൽ വരച്ചു കിട്ടിയതാണ്. അവർ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശത്രു തെറ്റിച്ചത് അവരുടെ സ്വഭാവത്തെയാണ്. സ്വഭാവം മാറിയതോടുകൂടി രൂപത്തിന് മാറ്റം വന്നു. സ്വഭാവം മാറി അവർ മിസ്രൈം വിട്ടുപോകുന്നതിനെ ഓർത്തു. ഇതിനേക്കാൾ നല്ലതായിരുന്നു മിസ്രൈമിൽ
എന്ന് ഹൃദയത്തിൽ ചിന്ത വന്നു. അങ്ങനെ വന്നതോടുകൂടി അവരുടെ ഹൃദയത്തിലെ രൂപത്തിന് വ്യത്യാസം വന്നു. അങ്ങനെയാണ് അവര് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. യഥാർത്ഥത്തിൽ കാളക്കുട്ടി ആര് വാർത്തുണ്ടാക്കി? അവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്യാഗം. യഹോവയായ ദൈവം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതാണ്. അത് മാറിയതിനു ശേഷം ആ സ്ഥാനത്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എന്നിട്ട് അവര് സ്പഷ്ടമായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇസ്രായേലെ, നിന്നെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണിത്. കാളക്കുട്ടിയെ നോക്കിയിട്ട് പറയാ, കാളക്കുട്ടിയെ നാമം മാത്രമുണ്ട്, സ്വഭാവമില്ല, രൂപമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം അവരെ യഥാസനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ നശിപ്പിച്ചു കളഞ്ഞു, അവരെ കൈവിട്ട് കളഞ്ഞു. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മുടെ സഭയിൽ കർത്താവിന്റെ നാമത്തിൽ യേശുനാമക്കാരെന്നാണ് നമ്മൾ എല്ലാവരും പൊതുവെ അറിയപ്പെടുന്നത്. സംശയമില്ല, എല്ലാവരും യേശുനാമക്കാരാണ്, എല്ലാവരും അതിൽ അഭിമാനിക്കുന്നവരുമാണ്. എന്നാൽ ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരാൾ പോലും, ഇത്രയും 2000-ൽ പരം ആളുകൾ വിശ്വാസികൾ ഉള്ളതായിട്ടാണ് നമ്മുടെ സഭയെ കണക്കൂട്ടുന്നത്. അതിൽ ദൈവം ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാവുന്നവർ നല്ല നിസ്സാരം വിരലിൽ ഉണ്ടാവുന്ന ചിലർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ആ ഉപദേശം പറയുന്നവരെ സഭയിൽ നിർത്താതെ അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ ഇന്ന് സഭയിൽ വന്നിരിക്കും. എന്ത് ചെയ്യണം? ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാനുള്ളത് എന്താ? കർത്താവ് ചില നാളുകൾ നോക്കിയതിനു ശേഷം ഇസ്രായേൽ മക്കളെ ആകാശത്തിലെ സൈന്യത്തെ ആരാധിക്കാൻ കൈവിട്ട് കളഞ്ഞതുപോലെ നമ്മളെയും നമ്മുടെ സഭയെയും നമ്മുടെ സഹോദരങ്ങളെയും കൈവിട്ട് കളയാൻ പാടില്ല. എല്ലാ ഹൃദയങ്ങളിലും ദൈവം ആരെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കണം. മാത്രമല്ല, കർത്താവ് വരുമ്പോൾ ആർക്കും തെറ്റിപ്പോകരുത്. എങ്ങനെ തെറ്റിപ്പോകും? ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ആൾക്ക് അടയാളങ്ങളുണ്ട്, ആ ആൾക്ക് രൂപമുണ്ട്. ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, അടയാളങ്ങളെ ഉള്ളൂ. ആ അടയാളങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. കൃത്യമായ അടയാളമുള്ളവൻ ഇറങ്ങിയപ്പോൾ കണ്ടു, ആ ആളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അടയാളം തെറ്റിപ്പോയവൻ മനസ്സിലായില്ല, അവൻ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല, അവൻ ആളില്ലാതെ ഭവനത്തിലേക്ക് പോയി. ഇത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഹൃദയത്തിൽ വരച്ചു കിട്ടിയവരുണ്ട്. അതായത് സത്യോപദേശം യഥാർത്ഥമായിട്ട് ഗ്രഹിച്ചവർ. അവർ മാത്രം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. അതായത് കണ്ടു കഴിയുമ്പോൾ വചനം പറയുന്നത് എന്താ? സങ്കീർത്തനം പറയുന്നത്, നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ ആലയത്തിൽ കണ്ടിരിക്കുന്നു. ഞാൻ എന്ത് കേട്ടോ, ഞാൻ എന്ത് പഠിച്ചോ, അതുപോലെ തന്നെ ആണ് കർത്താവ് ഇരിക്കുന്നത്. എന്നെ ദൈവസഭ എന്ത് പഠിപ്പിച്ചുവോ അതേപോലെ തന്നെ ഇരിക്കുന്നു കർത്താവ്. എന്നാൽ അനേക സഭകളും അനേക കൂട്ടായ്മകളും അനേക ജനവും, അയ്യോ, ഞാൻ ഇങ്ങനെ ഒരാളെ അറിയില്ല, കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടുള്ളത് വേറെ തരത്തിലാണ്. അവരാരും കർത്താവിനെ കണ്ടെത്താൻ കഴിയാതെ പോകും. എന്നാൽ അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഹൃദയത്തിൽ വരച്ചു കിട്ടിയവർ അവനെ മുഖത്തോട് മുഖം കാണുമ്പോൾ അവനോട് ചേരും, അവനെ സ്വീകരിക്കും, അവനെ പോലെ ആയിത്തീരുകയും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് ഇന്ന് ഇന്ത്യ ജീസസ് പെന്തക്കോസ്ത് സഭയിൽ നമുക്ക് ജനങ്ങൾക്ക് ഉറച്ചു കിട്ടുന്നത്. എല്ലാവരും ആ പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഈ സത്യോപദേശം വെളിപ്പെടുത്തി ഉറപ്പിച്ച് അതനുസരിച്ച് പാപത്തിൽ മോചനം പ്രാപിച്ച്
അവൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം നാളെ കർത്താവ് വരുമ്പോൾ, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഇതുപോലെ തന്നെയാണ് അവരുടെ ഉള്ളിൽ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ജനം കർത്താവിന് വേണ്ടി വേർതിരിയുന്നുവെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മാന്യത എത്രയായിരിക്കും? നമ്മൾ ചിന്തിച്ച് നോക്കും. ഇന്ന് നമ്മളിവിടെ ഈ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ, നമ്മളീ പഠിപ്പിക്കുന്ന പഠിത്തം, നമ്മൾ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്ന പ്രബോധനം, അതിന് വില അറിയണമെങ്കിൽ ആ ദിവസം വേണം. ആ ദിവസം വരുമ്പോൾ അറിയാം. ലോകത്തിൽ ഉന്നതവും പാണ്ഡിത്യവും ജ്ഞാനവും നിറഞ്ഞ് അനേക കാര്യങ്ങളുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സത്യവചനത്താൽ, സത്യോപദേശത്താൽ ഹൃദയത്തിൽ വരച്ചു കിട്ടിയ ജീവിതങ്ങൾ കർത്താവിനെ മുഖത്തോട് മുഖം കണ്ട് കർത്താവിനെ പോലെ ആയിത്തീരുമ്പോൾ അഭിമാനിക്കാവുന്ന ആർക്ക്? ആ ശുശ്രൂഷയാണ് ഇന്ന് ഇന്ത്യ ജീസസിനെയും ബന്ധവും സഭയിൽ വെളിപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ഓർക്കണം, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 ദൈവസഭയ്ക്ക്, 1 നാമം, 2 രൂപം, 3 സ്വഭാവം. നമുക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? അവൻ്റെ നാമത്തെ നാം ധരിച്ചവരാണ്. ഇനി അടുത്തത് എന്ത് വരച്ചോണ്ടിരിക്കുന്നു? രൂപം വരച്ചോണ്ടിരിക്കുന്നു. ഈ രൂപം വരയ്ക്കുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുന്നത്. ഈ വര പൂർത്തിയാകുമ്പോൾ നമ്മെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യവും പൂർത്തിയായി. കർത്താവ് വരുക. കർത്താവ് കാഹളം ധ്വനിയുണ്ടായി. കർത്താവ് വരുവാണ്. ആകാശത്ത് നോക്കിയിരിക്കുകയാണ്. അനേകർ ആകാശത്തേക്ക് നോക്കി. കർത്താവ് കാണിച്ചു തന്ന ഒരു കർത്താവിൻ്റെ ദാസന് കർത്താവ് കാണിച്ചു കൊടുത്ത കാര്യം, കർത്താവ് ഉയരത്തിൽ നിന്ന് വരുന്നത് നോക്കിയിരിക്കുന്ന ഇതിന് അനേകം പേർ നോക്കി നിൽക്കുന്നു. മനസ്സിലായത് ഏറ്റവും വളരെ ചെറിയ ഒരു കൂട്ടത്തിന് മാത്രം. ബാക്കി ആർക്കും മനസ്സിലായില്ല ഇത് കർത്താവാണ്. എന്നാൽ കർത്താവാണെന്ന് മനസ്സിലായവർ, അതായത് ഹൃദയത്തിൽ കർത്താവ് ആരാണെന്ന് ഉപദേശപ്രകാരം വരച്ചു കിട്ടിയവർ, സംശയമില്ലാതെ കർത്താവിനോട് ചേർന്നു. കണ്ണാടിയിൽ ഒറിജിനൽ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 8 മണി 9 മണിയാവുമ്പോൾ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു കണ്ണാടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ അതേ പ്രകാശനം, അതേ പ്രതിഫലനം ആ കണ്ണാടിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ വരച്ചു കിട്ടിയവർ, അവർ ക്രിസ്തുയേശുവിനെ പോലെ കണ്ണാടിയിൽ പ്രതിബിംബം പോലെ പ്രകാശിക്കുന്ന ആ സമയം ഇതാ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് അടങ്ങിയിരിക്കാൻ സമയമില്ലാതെ ഉപദേശം ദൈവസഭ മുഴുവനും നിറയുവാൻ, ദൈവസഭ ഉപദേശത്താൽ നിറഞ്ഞ് എല്ലാവരുടെയും ഹൃദയത്തിൽ, ഒരാൾ പോലും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ രൂപമുണ്ടായി, ഈ സ്വഭാവമുണ്ടായി, ഈ നാമത്താൽ വിളിക്കപ്പെടാൻ ഒരിക്കലും തെറ്റിപ്പോകാതാണ്. ജനം തെറ്റിദ്ധരിച്ച് അവരെന്തൊക്കെ തെറ്റിച്ചെന്നാണ് വചനം പറയുന്നത്. 1 അവരുടെ സ്വഭാവം മാറ്റി. ദൈവിക സ്വഭാവം മാറ്റിയതിനു ശേഷം ജാതീയ സ്വഭാവം വന്നു. 2ാമത്തത് രൂപം മാറിയതിനു ശേഷം രൂപം എന്തായി? കാളക്കുട്ടിയായി. പിന്നെ അവിടെ നിന്നില്ല. പിന്നീട് നമ്മൾ ഹോശേപ്രകാരം വായിക്കുമ്പോൾ അറിയാം എന്താണ്? യഹോവയായ ദൈവം എന്നുള്ള വാക്കിന് പകരം മറ്റ് ദൈവങ്ങൾ, ബാല്, അഷീമ എന്ന് പറയുന്ന പല ദേവന്മാരുടെ നാമമായി 3 എടുത്തു കളഞ്ഞു. എന്തൊക്കെ എടുത്തു കളഞ്ഞു? സ്വഭാവം എടുത്തു കളഞ്ഞു, രൂപം എടുത്തു കളഞ്ഞു, നാമം എടുത്തു കളഞ്ഞു. ഇതാണ് ശത്രുവിൻ്റെ തന്ത്രം. ഇന്ന് ഓർക്കുക. ഓരോന്ന് എടുത്തു കളഞ്ഞ്, രൂപവും എടുത്തു കളഞ്ഞ്, സ്വഭാവം എടുത്തു കളഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനി ചില ശത്രുവിൻ്റെ തന്ത്രങ്ങളും കൂടെ മതി ആ നാമവും കൂടി എടുത്തു മാറ്റാൻ. അതോടെ കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവന് സ്വർഗീയ പ്രത്യാശയൊന്നുമില്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പേ ദൈവം തൻ്റെ സഭയ്ക്ക് സത്യവചനം ഉപദേശപ്രകാരം വെളിപ്പെടുത്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുവാൻ തക്കവണ്ണം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കട്ടെ. എല്ലാവരും ഈ ഉപദേശത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്, ഇത് തെറ്റെന്ന് സ്ഥാപിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്നാൽ അതൊക്കെയും വിട്ട് യഥാർത്ഥത്തിൽ സത്യോപദേശം എന്തെന്ന് മനുഷ്യൻ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി, ആ ഗ്രഹിക്കുന്നതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവങ്ങളിലേക്ക് നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.